നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസിലേക്ക് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിലെ തന്നെ നിങ്ങൾ വിഷ് ചെയ്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നെ ന്യൂ ഇയറിന് ഞാൻ വീണ്ടും ഒന്ന് വന്നിട്ട് വിഷസ് പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം തന്നെ ആകട്ടെ എന്ന് അതും ആശംസിക്കുന്നു ഈ കൂട്ടത്തിൽ തന്നെ. അപ്പം നമ്മളില്ലേ 2018 നവംബറിലാണ് നമ്മളുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു നവംബർ തുടങ്ങി പിറ്റേ മാസം തന്നെ ആയതല്ല ക്രിസ്മസ്. അപ്പൊ ഞാൻ റൂബിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വിഷസ് പറയുമ്പോൾ, ആ ക്രിസ്മസിന്റെ 2018 ക്രിസ്മസിന്റെ വിഷസ് പറയുമ്പോൾ ഇവരെ കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മളെ കൂടുതൽ ആളുകൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ചിലപ്പോൾ റൂബിലെ കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2020, 2021, 22, 23, 24 ഇത്രയും വർഷങ്ങള് നമ്മൾ റൂബിനെ കൂടി തന്നെയാണ്, ഞാൻ റൂബിയും കൂടിയാണ് നിങ്ങൾക്ക് വിഷസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൊല്ലം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് റൂബി ഞാനും കൂടി തന്നെ വിഷസ് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ പപ്പയുടെ, റിച്ചാർഡ്, റോജർ, റയൻ അവരുടെയും കൂടിയിട്ട് വിഷസ് എല്ലാവരോടും ഞാൻ തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു ക്രിസ്മസ് വളരെ സന്തോഷമായിട്ട് തന്നെ നടന്നു പോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം മാറ്റിവെക്കുന്ന ഒരു മാസം കൂടി ആയിരിക്കുമല്ലേ ക്രിസ്മസ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വിഷസ് എന്ന് പറയാനുണ്ട്. കാരണം റൂബി കിടന്നിട്ട് ബഹളം കൊടുക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. റൂബിക്ക് എങ്ങനെയെങ്കിലും ചാടിപ്പോണം. കാരണം റൂബിക്ക് ഉടുപ്പിടുന്നത് ഇഷ്ടമല്ല, തൊപ്പി വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിഷസ് ഇവിടെ വെച്ചിട്ട് ഇത് അവസാനിപ്പിച്ചിട്ട് നമ്മളുടെ റുട്ടീൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ തുടക്കത്തിൽ കാണിച്ച ഏറ്റവും ആദ്യത്തെ ഫോട്ടോ ചാനൽ തുടങ്ങുന്നതിന് മുൻപേ ഉള്ള ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ടെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമില്ലേ രാവിലെ നമ്മൾ നൂഡിൽസ് മാത്രം ഉണ്ടാക്കണത്, എല്ലാവർക്കും നൂഡിൽസ് മാത്രം ഉണ്ടാക്കണത്. അപ്പം ഞാനിന്ന് രാവിലെ ഷാജിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മീൻ കിട്ടാൻ വഴിയുണ്ടാന്ന്. കാരണം നമ്മളുടെ ക്രിസ്മസ് ടൈമിലൊക്കെ മീനിന് ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ ഷാജി പറഞ്ഞ് മീനൊന്നും കിട്ടാൻ വഴിയില്ല, ഭയങ്കര വില തന്നെയാണ്. കേര മീനുണ്ട്, അത് പറ്റുവാന്ന് വെച്ചാൽ ഞാൻ പറയാം അന്നേ കേരമീൻ കൊണ്ടുപോകാം. കാരണം എന്തെങ്കിലും ഒരു മീനിൻ്റെ അത് ക്രിസ്മസിന് വെക്കണമല്ലോ. അപ്പോൾ ഒരു മീൻ വറ്റിച്ചെങ്ങാനും ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ അങ്ങനെ പപ്പക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ മീൻ വറ്റിച്ചത്, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. റോജറിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ബാംഗ്ലൂരേക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേരമീൻ വറ്റിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റയനും കഴിക്കോട്ടെ. അങ്ങനെ ഞാൻ ഏതായാലും കേരമീൻ വറ്റിക്കുക ആ ഒരു സാധനം ക്രിസ്മസിൻ്റെ ഡിഷിൻ്റെ ഒപ്പത്തിൽ വെക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷാജി വന്നപ്പോഴത്തേക്കും കുറച്ച് മണങ്ങും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ മേടിച്ച്. ഇന്നത്തെ മണങ്ങ അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് ഇത് കട്ട് ചെയ്ത് തരണമെന്ന് ചോദിച്ചിട്ട്, ഇത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പപ്പ പള്ളിയിൽ പോകാൻ നിൽക്കണേണ്, കുരിച്ചനടെ പോണ ദിവസമുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞ് കുരിച്ചനടെ പോകാൻ നിൽക്കണല്ലേ, അപ്പോൾ വേണ്ട ഞാൻ വെട്ടിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും പുള്ളി പറഞ്ഞ് ഞാൻ വൈകുന്നേരം പോകാം, ഇത് വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെട്ടി അതിൻ്റെ മുള്ളെല്ലാം മാറ്റി നല്ല തുണ്ട് പീസാക്കി തന്നിട്ടാ. പിന്നെ ഞാൻ ആ സമയത്ത് വേഗം അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടാ. പിന്നെ മണുങ്ങുണ്ടല്ലോ, അതിനെന്തെന്നാ നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ല, ഇവിടെ മണുങ്ങെന്നാണ് പറയണത്. അപ്പോൾ ആ സംഭവത്തിന് അത് നല്ല ഫ്രഷായിരുന്നു, പച്ച മീനായിരുന്നു. മണുങ്ങ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. കുറേ നാളുകളായിട്ട് അതിവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് വറുക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൽ നിറയെ മുള്ളുകളുണ്ട്, പക്ഷേ അത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം മേടിച്ച് തന്നിട്ട്. അപ്പോൾ ഷാജി പറയുകയും ചെയ്ത് അത് നല്ല പച്ച മീനാണെന്ന്. അപ്പോൾ അത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഞാൻ വെട്ടിയെടുത്ത് പപ്പ ഈ വലിയ മീനും വെട്ടി തന്നു. അപ്പം ഞാൻ ചട്ടിയൊക്കെ വെച്ച് എണ്ണ കൊണ്ടാകുന്ന നേരം കൊണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് എടുത്തിട്ട് പുളിവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണേ. അപ്പോൾ ഇത് ഈ കല്യാണ വീട്ടിലൊക്കെ പുളിവെള്ളം ഇങ്ങനെ തിളപ്പിച്ച് പുളി വെള്ളം മാത്രം വെച്ചിട്ടാണെന്ന് പറയുന്നു ഈ മീൻ വറ്റിക്കണത്. അല്ലാതെ പുളി അങ്ങനെ ഇട്ട് വെച്ചേക്കൂലെന്നാണ് പറഞ്ഞത്. കാരണം പുളി ഇങ്ങനെ കിടക്കും തോറും മീൻ കറിയുടെ പുളിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് പുളിവെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ടിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ആ കറി വെക്കണേന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഏതായാലും നമ്മൾ പുളി തന്നെയാണ് ഇട്ട് വെക്കണത് കേട്ടോ. അങ്ങനെ തിളപ്പിക്കാനുള്ള നേരമൊന്നും നമുക്ക് കിട്ടൂല. അവർ എപ്പോഴും ചെയ്യുന്നത് അനുസരിച്ച് അവർ ഇങ്ങനെ പുളിവെള്ളം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാകും എന്നൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് വേപ്പില
ഇത് ചെറിയ ഉള്ളി സവാളയൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ നനച്ച് വെച്ച പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വരണം. അപ്പോൾ ഈ മൊരിഞ്ഞ് വരണതിൻ്റെയൊക്കെ വ്യത്യാസം വെച്ചിട്ട് കറിയുടെ രുചിക്കൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ശ്രദ്ധിക്കണം. പൊടിയൊക്കെ കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് വരും. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളത്തിൽ നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണത്. അങ്ങനെ അത് നന്നായിട്ടത് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് പുളിയും വെള്ളവും കൂടിയിട്ടാണ് ചേർക്കണത്. അപ്പോൾ ഈ ഒരു സമയത്താണ് മറ്റേ കേറ്ററിംഗുകാരൊക്കെ പുളിവെള്ളം ചേർക്കണം, പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ പുളിയായിട്ട് തന്നെ ഇട്ട് പിന്നെ ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഏതായാലും കെറ്റിലെടുത്ത് ഇപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട്. കെറ്റിൽ വെക്കാനായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വലിയ സ്ഥലമില്ലാത്തതുകൊണ്ട് കെറ്റിലെടുത്ത് ഞാൻ മാറ്റി വെച്ചേക്കണായിരുന്നു. അപ്പോൾ റോജറിനാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് റോജർ ചൂട് വെള്ളം ഫ്ലാസ്കിലിട്ടിട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ എപ്പോഴും വന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യണം. സ്റ്റൗ ആണെങ്കിൽ നല്ല പണിയാണ് നമുക്ക് ഇടക്കിടക്ക് ഒട്ടും കത്താതെയാകും. ഇപ്പോൾ ഇത്രയും ദിവസം ഒട്ടും കത്തണ്ടാകുന്നില്ല. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഒരുവിധം കത്താന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കെറ്റിലെടുത്ത് പിന്നെ പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഏതായാലും കെറ്റിൽ വെള്ളം ചൂടാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട് ഈ കറിയിലേക്കൊക്കെ വേഗം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെട്ടി ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വരഞ്ഞെടുത്തിട്ട് വറുക്കാൻ വെക്കണം. കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പകുതി ഇന്നിപ്പോൾ വറുത്തിട്ട് പകുതി പിന്നെ അടുത്ത ദിവസം, കാരണം കുറേ നേരം നിന്ന് വറുക്കണം. അപ്പോൾ നേരെ ഒത്തിരി ആകുമല്ല എന്ന് വിചാരിച്ചിട്ട് പകുതി ഞാൻ മാറ്റി. അപ്പോൾ ഇത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തിട്ടിടാം. അപ്പോൾ ഒരു ചട്ടി നിറയുണ്ട്. ഈ മീനിൻ്റെ പൈസ എത്രയായിരുന്നു ഇത്രയും ദിവസമായിട്ടും പറഞ്ഞിട്ടില്ല പുള്ളി. അപ്പോൾ അത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല. 2 മീനും കൂടി എത്ര രൂപയിടുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിന്നെ റൂബിക്ക് വേണ്ട ചിക്കനും അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ച്. അപ്പോൾ മീനൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ഭാഗം കൊടുത്ത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് പിറ്റേ ദിവസം തൊട്ട് വെച്ചത്, ഒന്ന് ഉപ്പും പുളിയും പിടിച്ചതിന് ശേഷം. പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം ഒരു ഇത്തിരി കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഇത്തിരി കായപ്പൊടി വെറുതെ ഒന്ന് ഏറ്റവും അവസാനം മീതെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെടുത്ത് പുറത്തും വെച്ച് ഇനി ആർക്കെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടണമെങ്കിലാന്ന് വിചാരിച്ച് ബാക്കി നല്ല നല്ല പീസുകളെല്ലാം എടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തുണികളില്ലേ ഒരു 3 ബാച്ച് തുണിയായപ്പോഴാണ് ഞാൻ ഈ മടക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് പണിയാണ്. എല്ലാ പണിയും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ, ഒരുപാട് ജോലികളാണ്. ഈ ജോലികൾ തീർത്ത് വരുമ്പോഴേക്കും ഇല്ലേ ഈ തുണികൾ മടക്കാനുള്ള നേരം കിട്ടൂല, തളർന്നു പോകും. രാത്രിയാകുമ്പോൾ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഈ തുണികൾ കൊണ്ടുവന്നത് അങ്ങനെ കൂടിയിരുന്നിട്ട് 3 പ്രാവശ്യം വാഷ് ചെയ്ത തുണിയാണ് ഇപ്പം മടക്കി വെച്ചത്. പിന്നെ കുറച്ച് ഓൾട്ടർ ചെയ്യാനുള്ള കുർത്തികളുണ്ടായിരുന്നു കേട്ടോ. മിക്കതും ഇങ്ങനെ ഓൾട്ടർ ചെയ്യാത്തതുകൊണ്ടേ ഇടാതെ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് വെക്കാം, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ മിഷ്യൻ ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എല്ലാവരുടെ ഇടയിൽ ഇരുന്നിട്ട് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ ഇതിന് വെക്കാൻ ഇവിടെ ഒരു ഇടമില്ല. മുകളിലാണെന്നുണ്ടെങ്കിൽ വെക്കാൻ ഇടമുണ്ട്, പക്ഷേ അവിടെ പോയിരുന്ന് ഒറ്റക്ക് തയ്ക്കാനായിട്ട് എനിക്കൊരു മടിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ മിഷ്യൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ടീപ്പോയി വലിച്ചിട്ടിട്ട് ഇതിൻ്റെ മീതിൽ വെച്ചിട്ടൊന്ന് അത്യാവശ്യം തയ്ക്കുക, പിന്നെ എടുത്ത് മാറ്റണം, അതൊരു പണിയാണ്. അപ്പോൾ അങ്ങനെ അത് അവിടെ ഇരുന്നിട്ട് തയ്ച്ചതാണ് കേട്ടോ. നല്ല എളുപ്പമാണ് ഈ മെഷീനിൽ തയ്ക്കാനായിട്ട്. തയ്യൽ അറിയില്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. റോജർ ബ്ലാക്ക് ക്യാറ്റാണോ? കരിദീനോ? എല്ലാവരും ബ്ലാക്കാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എടാ ഞാൻ പോണേന്ന് വിചാരിച്ച. എവിടെ? അയ്യോ അയ്യോട്ടോ, കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങണം. എവിടെ മമ്മിയുടെ മുത്ത്? എവിടെ അമ്മിയുടെ മുത്ത്? കൊച്ചു വിചാരിക്കണ മമ്മി പോകണെന്ന് വിചാരിച്ചോട്ടെ. മമ്മിയും കേറട്ടെ. കേറട്ടെ, വിഷമം കേട്ടോ. കാർപ്പറ്റ് പോലത്തെ തുണി. പോകാം. ഈ മരത്തുമ്മേലുള്ള ചുവന്ന തുണി കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ നമ്മുടെ കോർപ്പറേഷൻ ചെയ്തേക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് CPI എന്താണ് CPIM അതിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിലൊക്കെ CPIM എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ മരത്തിലും ഉണ്ട്. എന്തോരം മീറ്റേഴ്സ് തുണി വേണമല്ലോ ഒരു മരത്തിൽ ചുറ്റാനായിട്ട്. 10-15 മീറ്ററും 10-15 അതിൽ കൂടുതൽ വേണം ഒരു മരത്തിൽ ചുറ്റാൻ. അതുപോലെ ഈ നാട്ടിലുള്ള സകല മരത്തിലും ഒരു ചുറ്റി വെച്ചേക്കണേ.
നമ്മുടെ ഗ്രൗണ്ടിലെ പണിയെല്ലാം നിർത്തി വെച്ചേക്കണേ കേട്ടോ. ഇനി ക്രിസ്മസും എല്ലാം കഴിഞ്ഞിട്ട് ഒരു പണിയുള്ളൂ പുതിയതായിട്ട്. ഇതേടെ ഒരു ഓട്ടോടെ കിടക്കണം, അയാൾ പോവുക. തയ്യനും ഞാനും കൂടി പോകണേ. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച രാവിലെ റോജറിന് ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ. അപ്പോൾ അവർ കൂട്ടുകൂടി 3 പേര് എന്തോ ഒന്നിച്ച് പോയതാണ്. അപ്പോൾ റോജർ അങ്ങനെ പോയതിന് ശേഷം ഞാനും റൈനും കൂടി ഒന്ന് വിശാലിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാർപ്പറ്റ് കിട്ടിയില്ല. അപ്പോൾ റെഡ് കളറിലെ കാർപ്പറ്റ് മേടിച്ചിടാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓൺലൈനിൽ റെഡ് കളറിലെ കാർപ്പറ്റ് കിടക്കുന്നുണ്ട്, എങ്കിലും നമുക്കത് വരാൻ താമസിക്കില്ല എന്ന് വെച്ച് മേടിക്കുന്നത്. അപ്പോൾ കാർപ്പറ്റിന് 1700 രൂപയാണ് അവിടെ പറഞ്ഞത്. അതേ കാർപ്പറ്റ് തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ 1000 രൂപയുള്ളു. അപ്പോൾ പിന്നെ അത് മേടിക്കുന്നത് പൊട്ടത്തരമല്ലേ എന്ന് വെച്ച് മേടിക്കാതെ പോന്നു. എങ്കിലും നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞിട്ട് റയൻ നിർബന്ധിച്ചെടുത്ത സാധനങ്ങളാണ് ഇത് 3 എണ്ണം. കുറേ സാധനങ്ങൾ അവൻ കാണിച്ച്. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിട്ട്. പിന്നെ അവൻ ഇതൊക്കെ താനെ എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ കൊട്ട ഞാനാണ് എടുത്തത്. കൊട്ട കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത്. നമുക്കിവിടെ കൊട്ടയ്ക്ക് ഇത്തിരി ഷോർട്ടേജ് വന്നിട്ടുണ്ട്, മൂടണ കൊട്ടക്ക്. പിന്നെ ആ ഒരു ട്രേ അവിടെ നിസ്സാര വിലക്ക് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അതും കൂടി എടുത്ത്. അത്രയേ ഉള്ളൂ. കുറേ സാധനങ്ങളൊക്കെ റൈൻ ചൂണ്ടി കാണിച്ചെങ്കിലും എനിക്ക് മേടിക്കാൻ തോന്നിയില്ല, കാരണം എനിക്കൊരു ഇഷ്ടം തോന്നിയില്ല. അപ്പം ഞാനില്ലേ പോകുന്ന സമയത്ത് ബീഫ് ഓർഡർ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബീഫ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ബീഫ് കൊണ്ടുവരുമ്പോൾ ഒന്ന് മേടിച്ച് വെക്കണേ, ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടാന്ന്. അപ്പം അങ്ങനെ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ പപ്പ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ ഇടയ്ക്ക് വെച്ച് ബീഫ് വന്നിട്ടുണ്ട് കേട്ടാന്ന് വിളിച്ചൊക്കെ പറഞ്ഞ്. അങ്ങനെ വന്ന് ഞങ്ങൾ കടയിൽ നിന്ന് വന്നതിന് ശേഷം ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഏതായാലും പപ്പ ഫിഷ് കട്ട് ചെയ്തിട്ട് ഈ ഒരു കട്ടിംഗ് ബോർഡ് അങ്ങനെ മാറ്റി അവിടെ വെച്ചേക്കണ സ്ഥിതിക്ക് ഏതായാലും അതേൽ വെച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത്. ഭയങ്കര ഈസിയാണ് ഇതേൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ. പകുതി ഭാരം കുറഞ്ഞ പോലെ തോന്നും നമുക്ക് കട്ടിങ്ങിൻ്റെ. നല്ല സുഖമാണ്. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര വെയിറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോ ഭാരം ഈ കട്ടിംഗ് ബോർഡിനുണ്ട്. പപ്പ പണിയിപ്പിച്ച് തന്നതാണ് എനിക്ക്. ഇത്രയും വലിയൊരു കട്ടിംഗ് ബോർഡായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വലിപ്പം കറക്റ്റാണ്, പക്ഷേ ഇത്രയും വെയിറ്റ് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും വെയിറ്റുള്ള മരം വെച്ചിട്ടാണ് ചെയ്തേക്കണം. അങ്ങനെ ഇതെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിതിനെ വെച്ചെടുത്ത് തന്നെ വെച്ചേക്കണേ. എപ്പോഴും ക്രിസ്മസ് ടൈമിൽ മാത്രമാണ് ഈ സാധനം ഞാൻ എടുക്കണത് കേട്ടോ. കയ്യിലെ കാലയിലൊക്കെ മറിഞ്ഞ് വീണ ഒടിഞ്ഞത് തന്നെ, അത്ര വെയിറ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് നിന്നില്ലേ നല്ല തുണ്ട് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണത് BDF ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഉണ്ടാക്കണില്ല, നമ്മൾ പണിയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ക്രിസ്മസ് ആ ഒരു അന്നത്തെ രാവിലെ മാത്രം വേഗം ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ പണികളൊന്നും ഒതുക്കണേണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നേ ഈ സാധനമൊക്കെ ഞാൻ പുറത്തെടുക്കുള്ളൂ. ഇതിപ്പോൾ ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു വെള്ളം കൂടിയിട്ട് ഈ ഒരു BDF ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പോൾ വെള്ളം ഒഴിച്ചത് ഇതിനകത്ത് കണ്ടിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച്. അപ്പോൾ അത് അങ്ങനെ പുരട്ടിയെടുത്തിട്ട് അതൊന്ന് കുക്കറിൽ വേവിച്ചൊന്ന് വെക്കണം. അതൊരു 1/4 വേവ്, കൂടുതൽ വെന്തലിഞ്ഞു പോരുത്, 1/4 വേവിൽ. അപ്പോൾ അതും പിന്നെ 2 കിലോ ബീഫാണ് പറഞ്ഞേക്കണത്, കൂടുതൽ മേടിക്കണില്ല. പിന്നെ ബാക്കിയുള്ളത് എല്ലാം കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിച്ചൊന്ന് ഉപ്പിട്ട് മാത്രം പുഴുങ്ങാന്ന് വെച്ച്. അപ്പോൾ ഈ ഒരു ചായ ഇടണം നമ്മൾ റിച്ചാർഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് അവിടെ ഇരിക്കുന്ന സമയത്തില്ലേ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാർഡിന് ഒരു ചായ ഇട്ട് കൊടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു കാപ്പി ഇട്ട് കൊടുത്തിട്ട് പോകാം. ഏകദേശം ഒരു 11:30 അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം. അപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടേ അവന് ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കില്ലേ നേരം കിട്ടിയില്ല, ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് റിച്ചാർഡ് പറഞ്ഞു, എടാ ഞാൻ പോണതിന് മുമ്പ് നിനക്കൊരു ചായ ഇട്ട് തരണം അല്ലെങ്കിൽ ഒരു കാപ്പി ഇട്ട് തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മമ്മി ഞാൻ ആഗ്രഹിച്ചിരിക്കണമായിരുന്നു ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന്. അന്ന് ഇട്ട് തരുവാന്ന് വെച്ച്. ഇപ്പം മണി 1 1 മണിക്കാണ് ഞാൻ ആ ചായ ഇട്ട് കൊടുക്കണത് കേട്ടോ. പക്ഷേ അവനുണ്ടായ സന്തോഷം അത്ര ഇഷ്ടപ്പെട്ട്. റോജറാണെങ്കിൽ താനെ ഇട്ടിട്ട് കഴിക്കോട്ടെ, റിച്ചാർഡും മറ്റുള്ളവരൊന്നും കിച്ചണിലേക്ക് കയറൂല. അങ്ങനെ അവർക്കറിയാം ചെയ്യാൻ, എങ്കിലും അവർ കയറില്ല. റോജർ അങ്ങനെയല്ല, അവരിന് ഇപ്പോൾ കാപ്പി വേണം ചായ വേണമെന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ട് രാത്രി ആയാലിട്ട് കുടിച്ചിട്ട് പോകട്ടെ. അവൻ്റെ ഒരു അവനങ്ങനെയാണല്ലോ, ബാംഗ്ലൂർ ഒറ്റക്കല്ലേ ജീവിക്കുന്നത്. അപ്പം അവർ ചെയ്ത് ശീലമുണ്ട്. ഇവർക്ക് ഷിപ്പിലെല്ലാവരും എല്ലാം കയ്യിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കങ്ങനെ ഇട്ട് ശീലമില്ല. പപ്പയും അത് തന്നെ, എല്ലാം കയ്യിൽ കിട്ടും അവർക്ക് ഷിപ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് റോജറിനൊന്നും കയ്യിൽ കൊടുക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്.
അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ വലിയ സന്തോഷമായിട്ടാണ്. അങ്ങനെ ബാക്കിയുള്ള ബീഫില്ലേ ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചത്. കാരണം നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കണമെങ്കിൽ വൈറ്റ് കളറിലെ സ്റ്റ്യൂ അല്ലേ, അപ്പോൾ മഞ്ഞളിട്ടാൽ ശരിയാവില്ല എന്ന് വെച്ചാൽ അതിട്ടില്ല. പിന്നെ റൂബിക്കുള്ള ഒരു ഒരു ബീഫിൻ്റെ പീസസ് കൂടിയിട്ട് അതിൻ്റെ മീതിൽ വെച്ച് വേവിച്ച്. അപ്പോൾ ആ ദിവസവും കഴിഞ്ഞ് ഇപ്പോൾ കഴിക്കുന്നത് നമ്മൾ സൺഡേ ആണ് കേട്ടോ. സൺഡേ രാവിലെ ഇപ്പോൾ 3 ദിവസത്തെ വീഡിയോ കാണിക്കുന്നത് സൺഡേ രാവിലെ ഞാൻ പള്ളി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പുട്ട്, കടലക്കറി, ചായ, ചോറ് വെച്ച് ഉച്ചക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യസ് പാർക്കിൽ പോകണില്ല. അവിടെ മിക്കവാറും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും കിട്ടൂല. ഞങ്ങൾക്ക് മടുത്ത് സത്യത്തിൽ അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോക്കിപ്പോൾ നിർത്തി വെച്ചേക്കണേണ്. പിന്നെ നമ്മൾ മസാല ദോശയുടെ കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മസാല ദോശ നല്ല ടേസ്റ്റാണ്. അതെന്താണ്, സായി ശരവണ എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് കേട്ടോ. മട്ടാഞ്ചേരി ഓൾട്ടിലാട്ടാണ് ആ കട വരുന്നത്. സായി ശരവണ എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ ഏതായാലും അവിടെ പോകുന്നുണ്ട് കഴിക്കാനായിട്ട്, പോകുമ്പോൾ കാണിക്കാം. അങ്ങനെ ഞാനും കുട്ടികളും കൂടിയിട്ട് പള്ളിയിലേക്ക് വന്നിട്ട് അപ്പോൾ പപ്പ 5:30 കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം പപ്പയ്ക്കൊരു ഫംഗ്ഷനൊക്കെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ മാസിന് പോകാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അത് രാവിലെ 5:30 മാസിന് പപ്പ പോയി ഞങ്ങളെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയിട്ട് പോയി. അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിൽ ഒരുപാട് ഫോറിനേഴ്സ് തന്നെ ഉണ്ട് പള്ളിയിലും ഉള്ളത്. അപ്പോൾ അവരവിടെ നിന്നിട്ട് ഫോട്ടോയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. കാരണം ഇതൊരു കത്തീഡ്രലാണല്ലോ. അപ്പോൾ അത് എൻ്റേതായ ആ ഒരു പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരും പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ വന്ന് നിന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ എല്ലാവരും ഫോട്ടോ എടുക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വരെ ഒരു ഫോട്ടോയും എടുത്തിട്ടില്ല അവിടെ നിന്നിട്ട് കേട്ടോ. പുറത്തുനിന്ന് ആളുകളല്ലേ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകണം. ഇത് നമ്മുടെ നാടല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ ഫോട്ടോയൊന്നും എടുക്കാറില്ല. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും. കാരണം ഈ പള്ളി കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷവും എല്ലാമാണ് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇത് നമ്മളുടെ ബിഗ് ബിയുടെ ഹൗസ് കണ്ട റൈറ്റ് സൈഡിൽ അതിൽ കൂടിയൊക്കെയാണ് നമ്മൾ വരുന്നത്. പിന്നെ ഈ കാണുന്ന ഭാഗങ്ങളിൽ മൊത്തത്തിൽ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ നിന്നിട്ട് ഒരു കാര്യങ്ങളും ഫോട്ടോയോ ഒന്നും എടുക്കാൻ ഇതുവരെ നിന്നിട്ടില്ല. പുറത്തുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കും. ആ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എന്തും മനോഹരമായിരിക്കും. നമ്മുടെ സ്ഥലമാണല്ലോ ഇതെന്ന് ഓർത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കടപ്പുറത്ത് കൂടിയിട്ടാണ് വന്നത്. ബീച്ച് കണ്ട വെള്ളം കടൽ ഇപ്പോൾ കാണാം. കാരണം ഇത്തിരി കാറ് കുറവാണ്. കാറ് നിറയെ പാർക്ക് ചെയ്തിട്ടെങ്ങനെയെങ്കിൽ ബീച്ച് കാണാൻ പറ്റില്ല. പോലീസ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഒരുപാട് ടൂറിസ്റ്റുകളുള്ള സ്ഥലമല്ലേ. അപ്പോൾ എപ്പോഴും പിങ്ക് പോലീസും ഉണ്ടാവും. സാധാരണ എല്ലാ പോലീസും മാറി മാറി അവിടെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടില്ലേ എനിക്ക് വലിയ പണികളൊന്നുമില്ല. റോജർ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മീൻ വറുക്കാനായിട്ടുള്ള പകുതി മീൻ ഫ്രീസറിൽ തന്നെ പുരട്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട്. അതുമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയി വന്നു കഴിയുമ്പോഴേക്കും ആ മീനൊന്ന് വറുക്കുക, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക. കാരണം ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കറി വേണം. മീൻ വറുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അത് മുള്ളുള്ള മീനായതുകൊണ്ട് എനിക്കും പപ്പക്കുമാണ് അത് ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും പപ്പയും ഇന്ന് തൈര് കൂട്ടിയിട്ട് പപ്പ പറഞ്ഞ ആ ചോറ് നമ്മുടെ പൊന്നേരി ചോറല്ലേ അതിൽ തൈരിട്ടിട്ട് കഴിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ തൈരും മീനും കൂടിയൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മളിങ്ങനെയൊക്കെ കഴിക്കോട്ടെ. അപ്പോൾ ചിക്കൻ കറി പിള്ളേർക്കും ഇത് തൈരും മീൻ വറുത്തത് ഞങ്ങൾക്കും. തുറക്ക് ഇതിപ്പോൾ എത്രാമത്തെ കയറാ? ഡിഫൻഡർ എഴുതിയിട്ടുണ്ട്. ഡിഫൻഡർ ഏണി എടുക്കാൻ പറ്റുമോ? ഏണിയുണ്ട്. ഏണി കയറണം. ഏണി ബാക്ക് തുറക്കാൻ പറ്റും. ബാക്കും തുറക്കാൻ പറ്റും. വാ അടിപൊളി കേട്ടാ. പിന്നെ ഫ്രണ്ട് തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ എത്ര മതി. ഇനി ഷോക്ക് അബ്സോർബറാ. ഫുള്ള് ഷോക്കാ. ഇത് കൊള്ളട്ടെ. ഇത്രയും നാളും മേടിച്ചോണ്ടില്ല ഏറ്റവും സൂപ്പർ ഇതാ. പിന്നെ ഇത് തുറക്കാൻ പറ്റും. അയ്യോ മമ്മട്ടി എടുക്കാൻ പറ്റൂല. ഞാനേ അപ്പോൾ ഈ കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിച്ചാർഡ് പെട്ടെന്ന് ഗംഗയായി മാറും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് നടക്കണേന്. അപ്പോൾ റോജർ ഇതൊന്നും നോക്കണേയില്ല. റോജർ അവിടെ നിന്നിട്ട് കറി വെച്ചോണ്ട് നിൽക്കണേ. ഇവിടെ റിച്ചാർഡിന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ചില വട്ടുകൾ കേട്ടോ.
അപ്പോൾ റോജറിനെ കൊണ്ടുവന്ന് നിർബന്ധപൂർവ്വം കാണിക്കണേടാ ഇത് നോക്ക്. റോജർ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുന്നുണ്ട്. അപ്പം നാഗവല്ലി റോഡിലേക്ക് ഇതേ റിച്ചാർഡ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സീനാണിത്. അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും റൈനും കൂടിയിട്ട് അവിടെ നസ്രത്ത് പള്ളിയുടെ അവിടെ പോയപ്പോഴും അവിടെ നിന്ന് ഒരു കാറ് ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞതാ ഇവൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പോയിട്ട് അവിടെ നിന്ന് ഒരു കാറും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കാറായിട്ടുണ്ട്. ഇനി എന്തോ വേറെയും കുറച്ച് കാറുകളൊക്കെ മേടിക്കണമെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ റോജർ അവിടെ പണിയൊക്കെ കഴിഞ്ഞ് കയറി അവിടെ ഇരുന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി ഇരിക്കണ സീനാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ ഇങ്ങനെ വറ്റിക്കാനൊക്കെ വെച്ചേക്കണേണ് അവൻ ചിക്കൻ കറി. നല്ല അടിപൊളിയാണ് കേട്ടോ റോജറിൻ്റെ ചിക്കൻ കറി. അതിനകത്ത് ഇത് മല്ലിപ്പൊടി ഇടൂല പുള്ളി, മല്ലിപ്പൊടി ഇടാതെയുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. പിന്നെ 2 പേരും കൂടിയിട്ട് കാറിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ച് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് കാറുകളുടെ ഓരോ കാറിൻ്റെ വ്യത്യാസം കണ്ട. റിച്ചാർഡിൻ്റെ ഒരു ഹാപ്പിനെസ് നോക്കി എൻ്റെ ദൈവമേ, റിച്ചാർഡിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പറയാറില്ലേ ഈ വീട്ടിലെ ഏറ്റവും കുട്ടി റിച്ചാർഡാണ്. റിച്ചാർഡ് ഇങ്ങനെ കുട്ടിത്വമൊക്കെ കാണിക്കുമ്പോൾ ഇവിടെ റയനും റോജറും ഒക്കെ ഇത് മാറി നിന്ന് കണ്ട് ആസ്വദിക്കാറുണ്ട്. പിന്നെ പപ്പ ഇതൊന്നും ശ്രദ്ധിക്കാറ് കൂടിയില്ല കേട്ടോ. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾ തന്നെയാണ് കേട്ടോ. പണ്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇതുപോലെയുള്ള ടോയ്സ് വിദേശത്തു നിന്നൊക്കെ പല നാടുകളിൽ നിന്നും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിൻ്റെ എല്ലും മുള്ളും പോലും ഇപ്പോൾ സ്ഥലത്തില്ലെന്നുള്ളതാണ്. എങ്കിലും 2 എണ്ണം ബാക്കി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പപ്പ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വീട്ടിൽ വന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഞാനെടുത്ത് കൊടുത്തു കളയോട്ടോ. കാരണം ഇവരിതിട്ട് നശിപ്പിക്കണേയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ആ കുട്ടികളുടെ കയ്യിൽ 1-2 എണ്ണം ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് വരുന്ന കുട്ടികൾക്ക് ഞാൻ ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. എല്ലാം നല്ല വില പിടിച്ച ടോയ്സാണ് പപ്പ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. അത് അന്നൊക്കെ നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ ആര് കണ്ടിട്ടും കൂടിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പപ്പ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ അതെല്ലാം ഇവർ റിച്ചാർഡൊക്കെ നശിപ്പിച്ച് കളയോ, അത് അഴിച്ചെടുത്ത് പല പല കഷ്ണങ്ങളാക്കി കളയോ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ പോയി തീർന്നു. ഇതായിരുന്നു ആ നസ്രത്ത് പള്ളിയുടെ അവിടെ നിന്ന് മേടിച്ച കാർ. ഇതാണ് കേട്ടോ ആ ബ്ലാക്ക് കളറുള്ളത്. റെഡ് റിച്ചാർഡ് ആദ്യം മേടിച്ചത്. ഇതെല്ലാം 1000-ന് മുകളിൽ വിലയുള്ള കാറുകളാണ് കേട്ടോ. ഇതെല്ലാം ഒറിജിനൽ കമ്പനിയുടെ കാറ് തന്നെയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഉണ്ട്, ഇരുമ്പാണ്. ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും, അത് വില കുറവായിരിക്കും. പക്ഷെ അതിന് റീസെയിൽ വാല്യൂ ഒന്നുമില്ല. ഇതൊക്കെ റീസെയിൽ വാല്യൂ ഉള്ള കാറുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാറിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും കാണിക്കണേണ് റിച്ചാർഡ് ഓരോന്നേ. അപ്പോൾ ഈ സൈഡിൽ ഇതുപോലെ ഒരു ഷവൽ വെച്ചിട്ടുണ്ടാവും. കാരണം ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഷവലിൻ്റെ ആവശ്യമൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ പൊക്കി ഒക്കെ മാറ്റാനോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ആ ഷവൽ അതിനകത്ത് നിന്ന് എടുത്തിട്ടാണ് വർക്ക് ചെയ്യണത്. പിന്നെ മുകളിൽ നമ്മളുടെ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏണി അങ്ങനെയൊക്കെ അതിൻ്റെ സൈഡിലുണ്ട്. അതിൽ കൂടി കയറി മുകളിൽ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാനൊക്കെ ഇട്ട്. പിന്നെ ഇതാണ് പപ്പ കൊണ്ടുവന്ന കൂട്ടത്തിൽ നിന്ന് 2 എണ്ണം ഇവിടെ ബാക്കി അവശിഷ്ടം വന്നേക്കണത്. അപ്പോൾ ഇതൊക്കെ ഏതോ വിദേശ നാടുകളിൽ നിന്നൊക്കെ പപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതെന്ത് രസമെന്നറിയാമോ, ഇത് കറക്റ്റ് ഈ ട്രെയിനിൻ്റെ പണ്ടത്തെ ട്രെയിനിൻ്റെ ആ ഒരു ഇതാണ്. പുകയൊക്കെ തുപ്പിപ്പോകില്ല. അപ്പോൾ ഇതിൽ പുകയൊക്കെ വരും. നമ്മളിതിനകത്തൊരു ഓയിൽ ഒഴിക്കണ ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഇത്തിരി ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അതങ്ങോട്ട് പുകഞ്ഞിട്ട് പിന്നെ ഇതിൽ കൂടി ആ നടുവത്തെ ഇതിൽ കൂടിയിട്ടൊക്കെ പുക ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ചൂളം വിളിച്ച് പോകുന്നൊരു ട്രെയിനായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു ടോയ് ആയിരുന്നു ഞാൻ ആസ്വദിച്ചത് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ആസ്വാദനമൊന്നുമില്ലല്ലോ, നശിപ്പിക്കലായിരുന്നു. കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുന്നു, അവരുമൊക്കെ ഇതിട്ട് ഓടിച്ചൊക്കെ നശിപ്പിക്കും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് എല്ലാം പോയിട്ട് അവസാനമുള്ള 2 പീസാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് മറ്റേ പാളമൊന്നും വേണ്ട, ട്രാക്കൊന്നും വേണ്ട, ചുമ്മാ നമ്മൾ വഴി എല്ലായിടത്തും ഓടും. എന്നിട്ട് ഈ പുകയെ തുപ്പിക്കൊണ്ടാണ് ഓടണം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പുക വരില്ല കേട്ടോ. പുക വരണമെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് എവിടെയോ ഇതിൻ്റെ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു പ്ലെയിൻ, അയ്യോ ഇതെന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ ചിറകൊക്കെ എവിടെയൊക്കെയോ പോയിട്ടുണ്ടെന്ന് തോന്നണം. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അതൊക്കെ നല്ല ഭംഗിയുള്ള ടോയ്സ് ആയിരുന്നു. പപ്പ കൊണ്ടുവന്ന കൂട്ടത്തിൽ ബാക്കി വന്നതാണ് ഈ കാണുന്നത്. അമ്മയുടെ മുത്തൻ്റാണ് പല്ലിങ്ങനെ പിടിച്ചേക്കണത്. ഇതിന്റെ മീതെ കയറി ഇരിക്കണ എടക്ക് വെച്ചതിന് മീതെ ഇരിക്കണേടാ കുഞ്ഞൻ. കൊച്ചിന്റെ കൊച്ചിന് പാല് വേണോണ്ട, കൊച്ചി മാറി മാറി തന്നെ വെച്ച്
കട്ടിംഗ് ബോർഡ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോന്നോരോന്നേ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ തുണി തൂക്കണ ഈ സംഭവം ഉണ്ടാ ഒരെണ്ണം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 1000 രൂപ 1100 രൂപ അങ്ങനെ എന്തോ ആണ്. ഇത് നല്ല സൂപ്പർ സംഭവം കേട്ടോ. നമ്മുടെ ആ മുറിയിലില്ലേ നല്ല സൗകര്യത്തിൽ നല്ല ഹൈറ്റിലും നമുക്ക് ഒരു ശല്യം തോന്നില്ല. അതവിടെ ഇരിക്കണമെന്നുള്ള ശല്യം തോന്നില്ല. നമുക്ക് നേരത്തെ അവിടെ ഇരുന്ന് വെച്ചതിന് ഭയങ്കര ശല്യം തോന്നും. കാരണം കൊമ്പ് പോലെയൊക്കെ ഇങ്ങനെ ചുറ്റും ചുറ്റും ഇങ്ങനെ തള്ളി നിൽക്കണേണ്. നമുക്കത് മതിലിൽ കൊണ്ടിട്ട് മതിലും മേലത്തെ പെയിൻറ്റ് പോകും, നമ്മളുടെ മേത്തിട്ട് കൊള്ളും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് അങ്ങനെ ഒന്നുമല്ല. നല്ല ഒരു ആ സ്പേസിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അതവിടെ ഇരിക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പം അങ്ങനെ ഒരു സാധനമാണത്. പിന്നെ ഇത് നമ്മൾ കൈ കഴുകണ സ്ഥലത്ത് ഇങ്ങനെ വെക്കാനായിട്ട് മേടിച്ചായിരുന്നു കേട്ടോ. കാരണം അവിടെ ഉള്ളതിട്ട് നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് അവിടെ സീൽ ചെയ്ത് പെയിൻറ്റും ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡ്രില്ലൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് വേണം. നമുക്കിവിടെ സ്വന്തമായിട്ട് ഡ്രില്ലില്ല. അതുകൊണ്ട് ആ ഡ്രില്ലിങ് മെഷീൻ മേടിച്ചിട്ട് വേണം ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സാധനമില്ലേ ഈ മുട്ടുപുട്ട് പോലെ നിൽക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ. അത് മറ്റുള്ളത് നല്ല വെയിറ്റുള്ള ഇരുമ്പാണ്. ഇതിൻ്റെ കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട്. നമുക്കിത് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഈ ഒരു 1000 സംതിങ്ങിന് കിട്ടൂല കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ തുണികൾ ഇങ്ങനെ സൈഡിലിങ്ങനെ ആ മുട്ടുമുട്ട് പോലെയുള്ള സ്ഥലത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാലില്ലേ ഒതുങ്ങിയാണ് കിടക്കുന്നത്. അല്ലാതെ അവിടെ ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഇടേണ്ട ആവശ്യമില്ല. 4 മുട്ടുമുട്ട് പോലെയില്ലേ, അപ്പോൾ ഒതുങ്ങി കൂടി ഇങ്ങനെ കിടക്കും. പിന്നെ ആ മുകളിലുള്ള മുട്ടുമുട്ടില്ലേ അത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യാം. ഹാങ്കറുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ മുട്ടാതെ അകന്നകന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മുട്ടുമുട്ട് പോലത്തെ എടുത്ത് മാറ്റാം. വിരിച്ചിടണമെന്നുണ്ടെങ്കിലും വിരിച്ചിടാം. നമുക്ക് കുറേ ഷർട്ടുകൾ തൂക്കിയിടാം. കുറച്ച് നീളമുള്ള ഗൗണുകൾ പോലും ഇതിൽ താഴെ മുട്ടാതെ തൂക്കിയിടാം. പിന്നെ താഴെ ഒരു 5-8 ഷൂസ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയ ഷൂസുകൾ നമ്മളുടെ ലേഡീസിൻ്റെ ചെരുപ്പൊക്കെ ആണെങ്കിൽ 6-8 വരെയൊക്കെ വെക്കാം. ഇപ്പോൾ ഇവരുടെ വലിയ ഷൂസുകൾ നല്ല കട്ടിയും പൊക്കമൊക്കെയുള്ള ഷൂസുകൾ വെച്ചിട്ട് തന്നെ 6 വെക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇത്രയും സ്ഥലമുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വലിയ പെട്ടി പോലെ ബോക്സ് പോലെയൊക്കെ എടുത്ത് വെക്കാം കേട്ടോ സാധനങ്ങൾ. വളരെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. റിച്ചാർഡ് ആ ചിക്കൻ കറി കഴിക്കില്ല. അപ്പോൾ തലേ ദിവസം റിച്ചാർഡ് കുംബാവ എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അത് ബാക്കി ആ വെള്ള ബൗളിൽ ഞാൻ എടുത്തിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി വെച്ചേക്കുകയാണ്. അത് തലേ ദിവസം രാത്രി മേടിച്ചതായിരുന്നു. അതിൻ്റെ ബാക്കിയായിരുന്നു. ചെറുപഴം മേടിച്ചില്ലേ? ഇത് പഴുത്ത പഴമുള്ള പക്ഷെ ഇത് എന്ത് ചെയ്യും ഇതെല്ലാം. അപ്പൊ ഇത് 1 കിലോ, ഇത് 1 കിലോ ആണ്. പഴങ്ങള്, പാല്, തൈര്. ഇത് തന്നെ ഫിയോണയുടെ അല്ലേ, ഗോൾഡാണ് മേടിക്കണത്. മറ്റേ വേറെ ചെറുത് മേടിക്കുന്നത്. ഇത് എത്ര രൂപ ഫിയോണോടത്? 220 രൂപയല്ലേ? ഇതിൻ്റെ 1/2 ലിറ്ററിൻ്റെ ഇല്ലായിരുന്നല്ലേ? ഇഞ്ചി. ഇത് തന്നെ ഫ്രഷ് ക്രീം മിൽക്ക്. അത് തന്നെ. ഇത് എവറസ്റ്റാ ചിക്കൻ 60 കബാബ് മസാല. ഇത് അവിടെ നിന്ന് കിട്ടണത്. ഇതേ കിട്ടുള്ളൂ. മറ്റേ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അതവിടെ ഇല്ല. അതിനകത്ത് വീണത് എടുക്കില്ല. ബിരിയാണി റൈസ്, അച്ചിങ്ങ, പച്ചമുളക്, വെളിച്ചെണ്ണ, തക്കാളി, പടവലം, സവാള, മുട്ട, പുട്ടുപൊടി, ക്യാരറ്റ്, വെളുത്തുള്ളി. 200 രൂപയല്ലേ? 197 രൂപ വെളുത്തുള്ളി. 197 രൂപ വെളുത്തുള്ളി. ഉരുളക്കിഴങ്ങ്. അപ്പോൾ കടകളിലൊക്കെ ക്രിസ്മസ് തിരക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അത്യാവശ്യം സാധനങ്ങൾ പപ്പനെ കൊണ്ട് മേടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ സൺഡേ. അപ്പോൾ നമ്മുടെ റൂബിന സൺഡേ ആയിരുന്നു കേട്ടോ നമ്മൾ ഒരുക്കിയെടുത്തത്. അപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടമാണ്. അവൾക്ക് ഫ്രീ മൈൻഡാണ് ഇഷ്ടം. ഒരു കുഞ്ഞ് മാല പോലും കഴുത്തിലിടാൻ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടിലാണ് അവൾ ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്